നോമ്പിൻ്റെ രണ്ടാമത്തെ ഞായറാണ്. ഈ ദിനത്തിൽ നമുക്ക് സഭ നൽകിയിരിക്കുന്ന വിഷയം ജീവൻ നൽകുന്ന വിശ്വാസം എന്നുള്ളതാണ്. ജീവൻ നൽകുന്ന വിശ്വാസം, ലൈഫ് ഗിവിംഗ് ഫെയ്ത്ത്. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് വിശ്വാസം. നമ്മളെല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ കൂടിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് വിശ്വാസം? മനഃശാസ്ത്രം, സൈക്കോളജി പറയുന്നത് ധൈര്യവും ഉത്സാഹവും പ്രവർത്തന താല്പര്യവും സന്തോഷവും നൽകുന്നത് എന്താണോ അതാണ് വിശ്വാസമെന്ന്. ധൈര്യം, ഉത്സാഹം, പ്രവർത്തിക്കുവാനുള്ള ഒരു താല്പര്യം, സന്തോഷം, ഇതൊക്കെ നൽകുന്നതാണ് വിശ്വാസം, ഫെയ്ത്ത് എന്നാണ് സൈക്കോളജി പറയുന്നത്. ഇതിൻ്റെ ചുവട് പിടിച്ചായിരിക്കും ഭാരതത്തിൻ്റെ മിസൈൽ മാൻ APJ അബ്ദുൽ കലാം പറഞ്ഞത്, നിനക്ക് നിന്നിലുള്ള വിശ്വാസം കൊണ്ട് നിന്റെ വിധിയെ പോലും മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന്. നിനക്ക് നിന്നിലുള്ള വിശ്വാസം കൊണ്ട് നിന്റെ വിധിയെ പോലും മാറ്റിമറിക്കുവാൻ സാധിക്കും. വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസമെന്ന്. അപ്പോൾ നാം കണ്ടിട്ടില്ലാത്ത, ആശിക്കുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പാണ് വിശ്വാസം. തൻ്റെ ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് കരുതിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഇടപെടലാണ്, ദൈവിക ഇടപെടലാണ് ഇന്നത്തെ സുവിശേഷ വേദഭാഗം. ആശകളെല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യന് ജീവനും ജീവിതവും തിരിച്ചു നൽകിയത് അവൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും വിശ്വാസമാണ്. ജീവൻ നൽകുന്ന വിശ്വാസം. അത് ഒന്നാമതായി നാം നോക്കുമ്പോൾ ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ പ്രത്യേകത, അവരുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത എന്നത് അവരുടെ വേദനയിൽ പങ്കുചേരുന്നതായിരുന്നു. മറ്റൊരുവന്റെ വേദനയിൽ പങ്കുചേരുന്നതായിരുന്നു അവരുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത. ഗലീലയിലെ യേശുവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളെല്ലാം പറയുന്നത്. നാനാവിധത്തിലുള്ള രോഗികളെ അവൻ സൗഖ്യമാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ഒരു കാര്യമുണ്ട്. ഒരു കുഷ്ഠരോഗിയെ യേശു തൊട്ട് സൗഖ്യമാക്കി. ഇക്കാരണം കൊണ്ട് യേശുവിന് പട്ടണത്തിൽ നിന്ന് നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കേണ്ടതായിട്ട് വന്നു. അവിടെയും യേശുവിൻ്റെ അടുക്കൽ ജനങ്ങൾ എത്തിയെന്നാണ് ആ ഭാഗം പറയുന്നത്. ചില ദിവസങ്ങൾക്ക് ശേഷം അവൻ തിരിച്ച് കഫർന്നഹൂമിൽ ഒരു വീട്ടിലെത്തി. ലൂക്കോസ് 5-ാം അധ്യായം 18-ാമത്തെ വാക്യം. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. യേശു എവിടെയുണ്ടോ അവിടെ ജനത്തിരക്ക് സർവ്വസാധാരണമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്നത് 4 പേർ ചേർന്നു.
4 പേർ ചേർന്ന് ഒരു മനുഷ്യനെ കിടക്കയോടുകൂടെ എടുത്തു കൊണ്ടുവന്നു എന്നാണ്. ഈ സഹോദര ബന്ധത്തിൽ അവരൻ്റെ വേദന കാണുന്ന ഒരു സുഹൃത്ത് വലയത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത സഹോദരനോടുള്ള അവരുടെ സ്നേഹം, അവരിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ള അവരുടെ മനസ്സ്, സൗഖ്യമാക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസം, ഇത് മൂന്നുമാണ് അവരെ അവിടേക്ക് നയിച്ചത്. അപ്പോൾ ഈ 4 പേരുടെയും വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവന് വേണ്ടിയുള്ളതായിരുന്നു. അവന് ജീവൻ നൽകുക, അവന്റെ നിർജീവാവസ്ഥയിൽ നിന്നും അവനെ ഉയർത്തുക, അവരുടെ സ്നേഹം, അവരുടെ മനസ്സ്, ദൈവത്തിലുള്ള വിശ്വാസം. നമ്മുടെയും വിശ്വാസം സ്വയം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ വേണ്ടി മാത്രമുള്ളതാകരുത്. അവരുടെയും നന്മ നമുക്ക് ലക്ഷ്യമുണ്ടാകണം. അവരുടെ നന്മയും കൂടെ നമുക്ക് ലക്ഷ്യമായിരിക്കണം. യേശു പറഞ്ഞെന്താ? സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം വേറെ ഇല്ല. യേശു അതാ പറഞ്ഞത്. അതിന്റെ അർത്ഥം, സ്നേഹത്തിന്റെ കണക്ക് പുസ്തകം എഴുതുമ്പോൾ സ്നേഹത്തിന്റെ കണക്ക് പുസ്തകം എഴുതുമ്പോൾ വരവിനേക്കാൾ അധികം ചെലവാണ് വേണ്ടത്. ഒന്നും നഷ്ടപ്പെടുത്താതെ ഭൂമിയിൽ ആർക്കും ആരെയും സ്നേഹിപ്പാൻ, ജീവന് തുല്യം സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ജീവൻ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങി ഈ 4 പേർ നമുക്ക് മാതൃകയായിരിക്കട്ടെ. അവരുടെ വേദനയിൽ പങ്കുചേരാൻ അവർക്ക് കഴിഞ്ഞതുപോലെ അവരുടെ വേദന നമ്മുടെ വേദനയായി ഏറ്റെടുക്കുവാൻ നമുക്ക് ഈ നാളുകളിൽ കഴിയട്ടെ. അപ്പോ ഈ 4 പേരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള മനസ്സാണ്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവിക ഇടപെടലുകളെ തിരിച്ചറിയാൻ കഴിയുന്നതാകണം. ഈ പക്ഷപാതക്കാരന്റെ ജീവിതത്തിൽ യേശു അവന്റെ ചിന്തകളെ വായിച്ചെടുക്കുകയാണ്. അവന്റെ ഉള്ളറകളെ വായിച്ചെടുക്കുകയാണ്. ഉദാഹരണമായി, ഇവന്റെ ശരീരത്തെക്കാൾ മനസ്സിലാണ്, ആത്മാവിലാണ് രോഗം കൂടുതലെന്ന് യേശു മനസ്സിലാക്കി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. രോഗം ശരീരത്തിനും പാപം മനസ്സിനുമാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും പ്രകാരം ന്യായപ്രമാണം ലംഘിച്ചാൽ അത് പാപത്തിന് കാരണമാണ്. പക്ഷപാതക്കാരൻ ചിലപ്പോൾ ഇത് വിശ്വസിച്ചിട്ടുണ്ടാകാം. ഞാൻ ന്യായപ്രമാണം അനുസരിക്കാത്തത് കൊണ്ടാണ് എനിക്ക് വലിയ രോഗം വന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ പക്ഷപാതക്കാരനായി തീർന്നത്. യേശു ചെയ്തത് ആദ്യം അവൻ്റെ മനസ്സിന് ബാധിച്ച പ്രശ്നത്തിന് പരിഹാരം വരുത്തി. അവൻ്റെ മനസ്സ് ശക്തി പ്രാപിച്ചപ്പോൾ ശരീരവും ബലം പ്രാപിച്ചു. അവൻ രോഗസൗഖ്യം നേടിയവനായി തീർന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പാപം അഥവാ തിന്മ ശാരീരികമായ പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. കുറ്റബോധം മനുഷ്യനെ രോഗിയാക്കി തീർക്കാറുണ്ട്.
അത് വിഷാദ രോഗത്തിലേക്കും മാനസിക വിഭ്രാന്തിയിലേക്കും മനുഷ്യനെ നയിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ദൈവികമായ ഇടപെടലുകളെ അറിയുവാനും അറിയിക്കുവാനും നമുക്ക് കഴിയണം. സമസൃഷ്ടങ്ങളോടുള്ള ദൈവികമായ ഇടപെടലാണ്, ആർദ്ര സ്നേഹമാണ് ദൈവത്തിൻ്റെ ഇടപെടലിന് കാരണമായി തീരുന്നത്. നമ്മുടെ ജീവനും അവരൻ്റെ ജീവനും നിലനിർത്തുന്നതാകണം വിശ്വാസം. ജീവൻ രക്ഷാ ചാലകങ്ങളായിട്ടാണ് ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നത്. ജീവനെ ഹനിക്കുകയല്ല, ജീവൻ രക്ഷാ ഉപകരണങ്ങളാക്കി. വിശ്വാസം അത് രോഗസൗഖ്യത്തിനും പാപമോചനത്തിനും അനുഗ്രഹത്തിനും കാരണമാണ്. ഇവിടെ പഴയ നിയമഭാഗം നമ്മൾ കേട്ടു. 2 രാജാക്കന്മാർ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യ വന്നിട്ട് നിലവിളിച്ച് പറയുകയാണ്, നിന്റെ ദാസൻ അഥവാ നിന്റെ ശിഷ്യനായിരുന്ന എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ ആ കടക്കാർ എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞത്, നീ ആദ്യം നിന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്ക്. നിനക്കെന്തുണ്ട്? പലപ്പോഴും നമുക്കുള്ളതിനെ വച്ചിട്ട് നമ്മൾ ഇല്ലാത്തതിനെ ചൊല്ലി ഭാരപ്പെടുന്നവരാണ്. ജീവൻ രക്ഷിക്കാൻ നിന്റെ വീട്ടിൽ വലിയ ഒരു നിധി ദൈവം തന്നിട്ടുണ്ട്. നീ വേദപുസ്തകത്തിലേക്ക് മടങ്ങുക. അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ അല്പം എണ്ണ, 1 ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. പ്രവാചകൻ പറഞ്ഞു, നീ പോയിട്ട് നിന്റെ അയൽക്കാരോടെല്ലാം പാത്രങ്ങളെ കടം വാങ്ങും. എന്നിട്ട് ഈ ഭരണിയിൽ നിന്നും എണ്ണ പകർന്ന് വയ്ക്കാൻ പറഞ്ഞു. ആ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായത്, എപ്പോഴാണോ പാത്രം ഇനി ഇല്ല എന്ന് പറഞ്ഞത് അപ്പോൾ അത് നിന്നുപോയി. മതി കർത്താവേ എന്ന് പറയുന്നത് വരെ നിന്നെ അനുഗ്രഹിക്കാൻ ശക്തനാണ് ദൈവം. നിന്റെ ജീവിതം, നിന്റെ അനുഗ്രഹം നിന്നു പോകേണ്ടതല്ല, അത് അനർഗളം നിർഗളം മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. വേദപുസ്തകം പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ ആത്മാവിന് നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അത് രക്ഷ എന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ച് ഉള്ള ഒന്നാണ്. അപ്പൊ ആത്മാവിന്റെ രക്ഷ വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്നു. വിശ്വാസം പ്രവൃത്തിയിലും, പ്രവൃത്തി പദത്തിലേക്ക് എത്തിച്ചേരണം. എലീശ പ്രവാചകൻ, നീ പോയി പ്രാർത്ഥിക്കുന്നല്ല പറഞ്ഞത്, നീ പ്രവർത്തിക്കാനാണ് പറഞ്ഞത്. 4 സുഹൃത്തുക്കൾ അവർ, പാവം ഈ മനുഷ്യന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നല്ല പറഞ്ഞത്, അവന് വേണ്ടി പ്രവർത്തിച്ചു. മഞ്ഞുപോലെ വെളുത്ത കടലാസ് എന്നൊരു ചെറുകഥയുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ നിർമ്മലയായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയുള്ള കാലം മുഴുവനും ഞാൻ വിശുദ്ധ തന്നെ ആയിരിക്കും. എന്നെ അന്ധകാരം, അശുദ്ധി എന്നിവ സ്പർശിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ആയാൽ ദഹിച്ച് ഭസ്മമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കടലാസ് സ്വയം പറഞ്ഞത്. അവൾ പറയുന്നത് തൊട്ടടുത്തിരുന്ന മഷിക്കുപ്പി കേട്ടു. മഷിക്കുപ്പിയുടെ കറുത്ത ഹൃദയം, അല്ലെ, മഷിക്കുപ്പിക്കകം കറുപ്പ അല്ലെങ്കിൽ നീലയാ, അതിൻ്റെ ഉള്ളിൽ അത് ചിരിച്ചു. കടലാസിൻ്റെ ചുറ്റും വരുന്ന ബഹുവർണ്ണ പെൻസിലുകളും അത് കേട്ടു.
പക്ഷേ ഈ വെളുത്ത കടലാസിൻ്റെ അടുക്കലേക്ക് വരാൻ ഈ ബഹുവർണ്ണ പെൻസിലുകൾക്കും മടിയായിത്തീർന്നു. ബഹുവർണ്ണ പെൻസിലുകളും പേടിച്ച് മാറി നിന്നു. മഞ്ഞുപോലെ വെളുത്ത കടലാസ് നിത്യകാലം വിശുദ്ധയായി തന്നെ നിലകൊണ്ടു. വിശുദ്ധയും കളങ്കരഹിതയുമായി അത് നിത്യകാലം നിലകൊണ്ടു. അതേസമയം ശൂന്യയായിട്ട്. അത് സ്വയം തീരുമാനമെടുത്തു. ഞാൻ എല്ലാ കാലത്തും നിർമ്മലയായിരിക്കും. ഓക്കെ, ശരി. എന്ത് സംഭവിച്ചു? അത് ശൂന്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ മഞ്ഞുപോലെ വെളുത്ത ഹൃദയത്തെ ദൈവത്തിന് എഴുതാൻ ഉള്ള പലകയായി, ക്യാൻവാസായി കൊടുക്കുക. മഞ്ഞുപോലെ വെളുത്ത ജീവിതത്തെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ക്യാൻവാസ് ആക്കി കൊടുക്കുക. ഒത്തിരി സാധ്യതകൾ നമ്മുടെ ജീവിതങ്ങളിൽ തന്നിട്ടുണ്ട്. അതോടൊപ്പം അകൽച്ചകളുടെ ഒരു ലോകമാണ്. അപരനെ കാണുവാൻ മനസ്സില്ലാത്ത ലോകം. അപരോന്മുഖമായ ഒരു വിശ്വാസം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയണം. അപരോന്മുഖമായ ഒരു വിശ്വാസം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയണം. ലൈഫ് സേവിങ് ഫെയ്ത്ത്, ജീവൻ രക്ഷിക്കുന്ന വിശ്വാസം, ജീവൻ നഷ്ടപ്പെടുത്തുന്ന വിശ്വാസമല്ല. നീ സർവ്വലോകവും നേടിയിട്ടും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും എൻ്റെ പരിശുദ്ധാത്മാവിലാൽ നയിക്കട്ടെ, നടത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം വാസ്തവമായി